സ്റ്റീൽ ടെക് എഞ്ചിനീയറിംഗ് ആണ്. ഇത് കണിയാറവേലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണിയാറവേലിൽ നിന്ന് നികതാവ് റോഡിലേക്കാണ് ഉള്ളത്. ഇതിവിടെ ഉള്ളത് എന്ന കമ്പനിയുടെ സ്റ്റീൽ ഡോർസ് ആണ്. പിന്നെ ടാറ്റയുടെ വിൻഡോസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. വിൻഡോസ് കട്ടിലേക്ക് അതോടുകൂടി തന്നെ റൂഫിങ്ങും ഗേറ്റ് ഗ്രില്ല് ഓൾ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ ഉടനീളം സപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഡോർ. പിന്നെ റൂഫിംഗ് ആണെങ്കിലും മറ്റ് സേവനങ്ങളാണെങ്കിലും എല്ലാം കേരളത്തിനുള്ളിൽ എല്ലാവർക്കും ചെയ്യുന്ന രീതിയിലേക്കാണ് കമ്പനി ഇപ്പോൾ മാറിയത്. ഡോർസിന്റെ ഡിസൈൻസ് ഇവിടെ ഉള്ളത് മാത്രമേ അവൈലബിൾ. മറ്റേ വിൻഡോസിന് ഏത് മോഡൽ വേണമെന്നെങ്കിലും അത് മോഡൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സൈസിൽ ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് വിൻഡോസ് കണ്ടിലാണ്. അതിന്റെ കൂടെ തന്നെ നല്ല ഒരു കമ്പനിയെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം 20 വർഷത്തിൽ കൂടുതലായി. റൂഫിങ്ങിനോട് വന്നു. അതിനുശേഷം ഇങ്ങനെ പടിപടിയായിട്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് വന്നതാണ്. അത് സ്ഥാപനം തുടങ്ങി. നിലവിൽ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഡോർസാണ് വന്നിരിക്കുന്നത്. GL ആണ്, UV പ്രൊട്ടക്ഷനുള്ള ഡോർസാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വിൻഡോസ് പണിത് കൊടുക്കുന്ന ടാറ്റ സ്റ്റീലിലാണ്. അത് ടാറ്റയുടെ 16 ഗേജ് ഷീറ്റിലാണ് പണിത് കൊടുക്കുന്നത്. ഇത് ഈ വന്ന ഡോർസ് ആണെങ്കിലും എല്ലാം 16 ഗേജ് അതിന്റെ ഷീറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് മെറ്റീരിയൽ, അതായത് റെഡി ടു ഫിറ്റ് ആണ്. അതായത് കട്ടില ഡോറ് സെറ്റ് ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ആക്ച്വലി കണ്ടാൽ വുഡൻ ഫിനിഷിംഗ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്ക് ചെയ്ത് നോക്കിയാൽ വുഡൻ സൗണ്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റീലിൻ്റെ സൗണ്ട് വരാൻ ഇപ്പോൾ ഗ്യാപ്പാണ്. ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള ക്വാളിറ്റി ഫിക്സ് നടക്കും. അത് വേറെ സെറ്റാണ്. അത് GE ആണ്. നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത് GL ആണ്. ഗാലവാലി ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 16 ഗേജ് അതാണ് നമുക്കുള്ളത്. 16 ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ഫിറ്റ്നസ് വരുന്നത്. വുഡൻ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് 2 ഷീറ്റിന് സെൻട്രലായിട്ട് അങ്ങനത്തെ ഒരു പേപ്പർ ചാർട്ട് കിട്ടില്ല. അല്ല, ഒരു സാധാ ഒരു പേപ്പർ ചാർട്ട് കിട്ടില്ല. കുറച്ച് ക്വാളിറ്റി ഉള്ള ഇല്ല. പിന്നെ ഇതിനൊരു ബുഷുണ്ട്. ചെറിയ ഇൻസെക്ട്സ് റൂമുകൾ ഒക്കെ ഉള്ളിലേക്ക് കയറാതെ കാര്യം AC ഒക്കെ ഔട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ബുഷും കാര്യങ്ങളും സൗകര്യങ്ങളും വരുന്നുണ്ട്. ഇത്രയും ബുള്ളറ്റ്സ് ഏകദേശം ഈ ഇത്രയും ഭാഗത്തേക്കുള്ള ബുള്ളറ്റും പാക്കൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് നമുക്ക് ബുള്ളറ്റ്സ് ഒരേ ആക്ഷനിലുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബയോമെട്രിക് സിസ്റ്റം ആഡ് ചെയ്യാൻ പറ്റും. ഫിംഗർ ലോക്ക്, സെൻസർ, RFID കാർഡ്, അതുപോലെ വൈഫൈ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഡോർസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇപ്പോഴത്തെ ടെക്നോളജീസും നമുക്ക് ഈ ഡോറിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് ഡോറിൻ്റെ പ്രൈസിൽ വ്യത്യാസങ്ങളുണ്ട്.